Hi friends, today I'm here to discuss about the topic law of conservation of linear momentum. Law of conservation of linear momentum എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. According to Newton's second law പ്രകാരം F is equal to dp by dt, that is P is equal to mv, so F is equal to d by dt of mv എന്ന് കിട്ടും, where m is the mass and v is the velocity of the particle. When no external force acts on the particle, that is F is equal to 0. ഇനി ഈ ഒരു പാർട്ടിക്കിളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ എഫ് 0 ആയി മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? വി ഗെറ്റ് 0 is equal to dp by dt equal to d by dt of mv. പി ഇസ് ഈക്വൽ ടു എം വി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ നിൽക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തതുകൊണ്ട് എഫ് 0 ആയി മാറി, പക്ഷെ പി ഇസ് ഈക്വൽ ടു എം വി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കുന്നുണ്ട്. Thus, if no external force acts on a particle, its linear momentum is conserved. This is the law of conservation of linear momentum. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് എന്താണെന്ന് ചോദിച്ചതിന് ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടിക്കിളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിൽ ലീനിയർ മൊമെൻ്റം കൺസർവ്ഡ് ആണ്, ലീനിയർ മൊമെൻ്റം സേഫ് ആണ്. ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം. Now let us consider a system consisting of n particles of masses m1, m2, etc. up to mn, moving with the velocities v1, v2, v3, etc. up to vn. ഇനി നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ മാസ് n പാർട്ടിക്കിൾസ് ഉള്ളൊരു സിസ്റ്റം, അതിൻ്റെ മാസ് m1, m2, etc. up to mn വരെ, വെലോസിറ്റീസ് v1, v2, v3, etc. up to vn വരെയും എടുക്കുകയാണ്. ഇനി ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ കേസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. An isolated system is one in which no external force acts on any particle of the system and the only forces involved are those of mutual actions and reactions among the various particles. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടിക്കിളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ആൻഡ് the only forces involved are those of mutual actions and reactions among the various particles. അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾസിലുള്ള മ്യൂച്വൽ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ആണ് ഇവിടെ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യണത്. ഇനി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അൺപാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻ്റ് എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് m3 v3 എക്സെട്ര അപ് ടു mn vn, differentiating the both sides with respect to time. Then we get dp by dt equal to d by dt of m1 v1 plus d by dt of m2 v2 plus d by dt of m3 v3 plus etc. up to d by dt of mn vn. mv എന്നുള്ളത് p ആണ്, സോ m1 v1 എന്നുള്ളത് p1 ആയി മാറും. സോ dp by dt is equal to dp1 by dt plus dp2 by dt plus etc. up to dpn by dt. ബട്ട് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ, പക്ഷെ ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രകാരം ഡി പി ബൈ ഡി ടി എന്നുള്ളത് എഫ് ആണ്. സോ ഡി പി വൺ ബൈ ഡി ടി എന്നുള്ള ടേം എഫ് വൺ ആയി മാറും, ഡി പി ടു ബൈ ഡി ടി എന്നുള്ളത് എഫ് ടു ആൻഡ് സോ ഓൺ, വെർ എഫ് വൺ ഈസ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഓഫ് മാസ് എം വൺ. എം വൺ മാസ്സുള്ള പാർട്ടിക്കിളിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് വൺ, എം ടു മാസ്സുള്ളതിൻ്റെ എഫ് ടു, അങ്ങനെ സോ ഓൺ. Therefore, dp by dt is equal to f1 plus f2 plus etc. up to fn. These forces are obviously external since internal forces get cancelled due to the equal and opposite pair of interaction. ഈ ഫോഴ്സസ് എല്ലാം എക്സ്റ്റേണൽ ആണ്, സോ ഇൻറ്റേർണൽ ഫോഴ്സ് ക്യാൻസൽ ചെയ്യും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പെയർ ഓഫ് ഇൻട്രാക്ഷൻ കാരണം ഇൻറ്റേർണൽ ഫോഴ്സ് ക്യാൻസൽ ചെയ്യും, ഒപ്പോസിറ്റ്ലി എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ് ഇതെല്ലാം. സോ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. ബട്ട് ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദർ ആർ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ദ സിസ്റ്റം. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യില്ല, സോ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. This implies that P is equal to a constant, or P1 plus P2 plus P3 etc. up to Pn is a constant. P എന്നുള്ള ഒരു ടേം കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഇപ്പോൾ ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. Thus, if no external force acts on a system of several particles, the total linear momentum റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഒരു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഈസ് ദ കൊറോളറി ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഒരു
റിസൾട്ടാണ് ആക്ച്വലി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് നമുക്ക് പറയാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.